ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹീം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാമിതാംശ്ച. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹൃദയസ്യ പ്രേരണായ പ്രവൃത്തിദം തസ്യ ഹരേ പദകമലം വന്ദേ ചൈതന്യദേവസ്യ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ഭഗവത്ഗീത അധ്യായം ഇന്ന് 6 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് 5 അധ്യായങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്, സംശയമില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ്റെ വിഷാദയോഗം കണ്ടു, അർജുനൻ്റെ കൺഫ്യൂഷൻസ് കണ്ടു, അല്ലേ? യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറിയിരിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ ഉപദേശങ്ങൾ തുടങ്ങുന്നു. 2ാമത്തെ അധ്യായം മുതൽ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്, നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണ് എന്നുള്ള ആ ഒരു ആദ്യത്തെ ബേസിക് ഫിലോസഫിക്കൽ ആ ഒരു നോളജ് ഭഗവാൻ അറിവ് അർജുനന് പകർന്നു കൊടുക്കുന്നു. 2ാമത്തെ അധ്യായത്തിൽ ഉടനീളം നമുക്കത് കാണാം. അതിനുശേഷം പിന്നെ കർമ്മയോഗത്തെക്കുറിച്ച് പഠിച്ചു 3ാമത്തെ അധ്യായത്തിൽ. 4ാമത്തെ അധ്യായത്തിൽ അതീന്ദ്രിയജ്ഞാനം എന്ന് പറയുന്ന കാര്യമാണ്. അതീന്ദ്രിയജ്ഞാനം എന്താണ് എന്നുള്ളത് അവിടെ പറയുന്നു. പിന്നെ 5ാമത്തെ അധ്യായത്തിൽ വീണ്ടും നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ച് പഠിച്ചു, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെ 5ാമത്തെ അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഭോക്താറാം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ആത്മം മാം ശാന്തി മൃച്ഛതി. ഭഗവാനാണ് ഭോക്ത, എല്ലാത്തിൻ്റെയും ബെനിഫിഷ്യറി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സർവലോകമഹേശ്വരം ഭഗവാൻ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ്, എല്ലാത്തിൻ്റെയും നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്, സൃഷ്ടി അദ്ദേഹമാണ് ചെയ്യുന്നത്, പരിപാലനം അദ്ദേഹമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഭോക്ത എന്ന് മനസ്സിലാക്കുമ്പോൾ ബെനിഫിഷ്യറി, നമ്മൾ എന്ത് ചെയ്യുന്ന യജ്ഞമാവട്ടെ അതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനം അതിൻ്റെ ഒരു അത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഭഗവാന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ആൾക്കാർ, തത്വത്തിൽ മനസ്സിലാക്കുന്നവർ ശാന്തി സമാധാനം ഉണ്ടാവും എന്നാണ്, അതാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ അടുത്ത അധ്യായത്തിൽ 6ാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ തുടരുന്നു. ആക്ച്വലി ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, 5ാമത്തെ അധ്യായത്തിൻ്റെ ബേസിക് അല്ലെങ്കിൽ മെയിൻ ഒരു എസെൻസ് എടുക്കുവാണെങ്കിൽ
നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നിഷ്കാമ കർമ്മയോഗമായിരുന്നു സബ്ജക്റ്റ് അവിടുത്തെ. പിന്നെ അവസാന ഭാഗങ്ങളിൽ ആണ് അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് പറഞ്ഞത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് അഷ്ടാംഗ യോഗത്തിൻ്റെ കാര്യങ്ങൾ, അതായത് മൂക്കിൻ്റെ അറ്റത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ണ് പകുതി അടച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. ഇതെല്ലാം അവസാനം അതായത് 27ാമത്തെ ശ്ലോകത്തിലും 28ാമത്തെ ശ്ലോകത്തിലുമാണ് ബേസിക്കലി അത് പറയുന്നത്. അഷ്ടാംഗ യോഗത്തിൻ്റെ പ്രോസസ്സ് പറയുന്നുണ്ട്. ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, മനസ്സിനെയും ഒക്കെ നിയന്ത്രിക്കുന്നു. അങ്ങനെ നമ്മൾ മുക്തിയിലേക്ക് എത്തുന്നു എന്നുള്ളത് എവിടെ പറയുന്നു? 27-28 പറയുന്നു. അങ്ങനെയാണ്, അതാണ് അവസാനം നമ്മൾ പറയുന്നത്. പിന്നെ ഫൈനലി ഭഗവാൻ പറയുന്നത് എന്താണ്? ഫൈനലി പറയുന്നതാണ് ഭക്തിയോഗത്തെക്കുറിച്ച്. അതായത് അതിനേക്കാൾ മികച്ചത്, അഷ്ടാംഗയോഗത്തേക്കാൾ നല്ലത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അഷ്ടാംഗയോഗങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അതൊരു പ്രോസസ്സാണ്. പക്ഷേ അതിനേക്കാൾ നല്ല മാർഗം എന്ന് പറയുന്നത് ഭക്തിയുത സേവനങ്ങളാണ്, അല്ലെങ്കിൽ ഭക്തിയോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഭക്തിയോഗം എന്താണ്? അതാണ് ഭഗവാനോടുള്ള, അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ഭോക്താറായും യജ്ഞ തപസം. ആക്ച്വലി ആ ശ്ലോകം പറയുന്നത് ഭക്തിയോഗത്തെക്കുറിച്ചാണ്. കാര്യം എല്ലാത്തിൻ്റെയും ഭോക്ത ഭഗവാനാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ആ വ്യക്തി, ആ സുപ്രീം പേഴ്സണാലിറ്റി, ആ പരമദിവ്യതമ പുരുഷനെ ആരാധിക്കുക എന്നുള്ളതാണ് വരുന്നത് അതിൽ. എല്ലാം ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ആരാധനയാണ് വരുന്നത്. അപ്പോൾ ബേസിക്കലി ഭക്തിയോഗമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് അഷ്ടാംഗയോഗത്തേക്കാൾ നല്ലത് എന്നുള്ളത് ഭഗവാൻ പറയുന്നു. ഇനി ഈ ഒരു അധ്യായത്തിൽ, 6ാമത്തെ അധ്യായത്തിൽ അഷ്ടാംഗയോഗത്തെക്കുറിച്ച് 27-ലും 28-ലും പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഭഗവാൻ ഇവിടെ. അതുകൊണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ചാപ്റ്റർ. അർജുനൻ്റെ ക്വസ്റ്റ്യനോട് കൂടിയിട്ടാണ് മിക്കവാറും അധ്യായം തുടങ്ങാറ്. എന്നാൽ 6ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഭഗവാൻ തന്നെയാണ് പറയുന്നത്, തുടർന്നു കൊണ്ട് പറയുന്നു. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം എങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അഷ്ടാംഗയോഗം കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത് അദ്ദേഹം ഇവിടെ പറയുന്നു. എന്നാൽ ഈ ഒരു അഷ്ടാംഗയോഗം കലിയുഗത്തിൽ പ്രായോഗികമായിട്ടുള്ളൊരു വഴിയല്ല. അഷ്ടാംഗയോഗം നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി, അല്ലെങ്കിൽ അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ല കലിയുഗത്തിലുള്ളത്. അതാണ് പ്രശ്നം. അപ്പോൾ അഷ്ടാംഗയോഗം അറിയുന്നത് നല്ലതാണ്, എന്നാൽ കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രോസസ്സല്ല. അതുകൊണ്ടാണ് ഭഗവാൻ നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെയും പറയും. ഇവിടെയും അതുകൊണ്ട് കൃഷ്ണൻ നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ച് പ്രകീർത്തിച്ചു കൊണ്ട് തന്നെയാണ് പിന്നീട് അഷ്ടാംഗയോഗത്തെക്കുറിച്ച് പറയാൻ പോകുന്നത്. അതായത് ഈ കാലത്ത് ഭഗവാൻ അറിയാം, കാര്യം ഇത് നടക്കുന്നത്, കോൺവെർസേഷൻ നടക്കുന്നത് കലിയുഗത്തിൻ്റെ അല്ലെങ്കിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാന ഭാഗത്താണ്. ഇനി വരുന്ന ആളുകൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത തന്നിട്ടുള്ളത് അല്ലേ. നമ്മളൊക്കെ കലിയുഗത്തിലുള്ള ആളുകളാണ്. ഇവിടെ അഷ്ടാംഗയോഗം പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഈ യുഗത്തിൽ എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം നിഷ്കാമ കർമ്മയോഗത്തിന് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കം തന്നെ നമുക്ക് കാണാം. ആക്ച്വലി അദ്ദേഹം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പതുക്കെ അഷ്ടാംഗയോഗത്തിലേക്ക് കടക്കുന്നു. നമുക്ക് നോക്കാം. ശ്രീ ഭഗവാൻ വാച: അനാശ്രിത കർമ്മ ഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച ന നിരഗ്നിർച ചാക്രിയഃ. അനാശ്രിത കർമ്മ ഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയഃ. അനാശ്രിത കർമ്മ ഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച ന നിരഗ്നിർച ചാക്രിയഃ. യെസ്, ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു.
श्रीभगवानुवाच अनाश्रिता कर्मफलं कार्यं कर्म करोति यः सा सन्न्यासी च योगी च न निरग्निर्न चाक्रियः. हरे कृष्ण. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ ഭഗവാൻ ഉവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ട്രാൻസ്ലേഷൻ ആരെങ്കിലും വായിക്കൂ, മലയാളമോ ഇംഗ്ലീഷോ ഏതെങ്കിലും. Hare Krishna. The Supreme Personality of Godhead said, one who is unattached to the fruits of his work and who works as he is obligated is in the renounced order of life, and he is the true mystic, not he who lights no fire and performs no duty. Hare Krishna. താങ്ക് യു. ഇവിടെ പറയുന്നത് ഈ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 1-ാമത്തെ ശ്ലോകം മുതൽ 9-ാമത്തെ ശ്ലോകം വരെ ആദ്യത്തെ 9 ശ്ലോകങ്ങൾ ബേസിക്കലി അഷ്ടാംഗയോഗത്തെക്കുറിച്ച് പറയാൻ പോകുന്നതാണ്. സോ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ബട്ട് നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞുകൊണ്ട് ആണ് പതുക്കെ സ്വിച്ച് ആവുന്നത്. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ വീണ്ടും നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടിരുന്നു ശരിയായിട്ടുള്ള സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എന്നുള്ളത്. ആക്ച്വലി 5-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതൊന്നും കൂടെ ഭഗവാൻ എടുത്ത് പറയുന്നു, അനാശ്രിത കർമ്മഫലം. അതായത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തിൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ അതിനോട് ആർക്കാണോ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തത് കർമ്മഫലത്തോട്, കാര്യം കർമ്മ കരോതിയ, എന്നാൽ ആ കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കർമ്മ കരോതിയ, അതായത് ഒരു ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി, അല്ലെങ്കിൽ അത് എൻ്റെ സ്വധർമ്മമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് ഞാൻ ചെയ്യേണ്ടത് ഡ്യൂട്ടിയാണ്, ചെയ്യേണ്ട കർമ്മമാണ്, അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് കർത്തവ്യബോധത്തോടു കൂടി ആ കാര്യം ചെയ്യുന്നു. എന്നാൽ അതിൽ നിന്ന് കർമ്മഫലം പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, പിന്നെ സ സന്യാസി ച യോഗി ച, അങ്ങനെയുള്ളവരാണ് ശരിയായിട്ടുള്ള സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോർ ഹി ഹൂ ലൈറ്റ്സ് നോ ഫയർ, അടുത്ത എന്താണ് പറയുന്നത്? സോറി, ന നിരാഗ്നിർ ന ചാക്രിയ, നോ ഹി ഹൂ ലൈറ്റ്സ് നോ ഫയർ. ആൻഡ് ഹി, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല എന്ന്. ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല സന്യാസം. സന്യാസം എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്നുള്ളതല്ല, ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കാതെ, അതായത് ഡിറ്റാച്ച്മെൻറ്റോടുകൂടി പെർഫോം ചെയ്യുന്നു. അതിനെയാണ് ആക്ച്വലി സന്യാസം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഒരു ശരിയായിട്ടുള്ളൊരു യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. അതാണ് പറയുന്നത് സ സന്യാസി ച യോഗി ച. ശരിയായിട്ടുള്ള സന്യാസിയോ യോഗിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. അതായത് അവർ ജോലികൾ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൽ അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ടല്ല, ഡിറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ടാണ്. പോരാത്തതിന് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും അവർ ഈവൻ മെറ്റീരിയലി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തോന്നുവാണെങ്കിൽ, ഇങ്ങനെയുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തവർ അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ബേസിക്കലി ബോഡിലി മെയിൻ്റെനൻസിന് വേണ്ടി അവർ ചെയ്യും. അതിനപ്പുറത്തേക്ക് അവർക്ക് അതിൽ അറ്റാച്ച്മെൻ്റ് ഇല്ല. അതാണ് സംഭവം. നേരെ മറിച്ച് സാധാരണ കർമ്മികളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കാര്യങ്ങൾ പല കർമ്മങ്ങളും ചെയ്യുന്നു, പക്ഷേ അതിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നു. അതിൻ്റെ ഫലത്തോട് അറ്റാച്ച്മെൻ്റ് ഉള്ളത് കൊണ്ട് അവർ ചെയ്യുന്നു. ഇപ്പോൾ ബോഡിലി മെയിൻ്റെനൻസ് മാത്രമല്ല അവരുടെ ലക്ഷ്യം, അവരുടെ ഉദ്ദേശം അതിനപ്പുറത്താണ്. അതിന് സെൻസ് എൻജോയ്മെൻ്റ് ആണ്, അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള. അതാണ് വ്യത്യാസം വരുന്നത്. ശ്രീല പ്രഭുപാദി ഇവിടെ ഭാവാർത്ഥത്തിൽ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ശ്രീല പ്രഭുപാദ് കി ജയ്. In this chapter, the Lord explains that
The process of eightfold yoga system is a means to control the mind and the senses. ഇവിടെ പറയാൻ പോകുന്നു, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷനെ കുറിച്ചാണ് പ്രഭുപാദി പറയുന്നത്. അഷ്ടാംഗയോഗം, അംഗയോഗം 8, അതിനെയാണ് 8-fold yoga system എന്ന് പറയുന്നത്. However, this is very difficult for people in general to perform, especially in the age of Kali. കലിയുഗത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Although the 8-fold yoga system is recommended in this chapter, the Lord emphasizes that the process of karma yoga or acting in Krishna consciousness, എന്താണത്? നിഷ്കാമ കർമ്മയോഗ. അതാണ് ബെറ്റർ, അതാണ് ഈ കലിയുഗത്തിലുള്ള ആളുകൾക്ക് നമുക്ക് ഒക്കെ നല്ലത് എന്ന് അദ്ദേഹം ഭഗവാൻ എടുത്തു പറയുന്നു ഇവിടെ. ആക്ച്വലി everyone acts in this world to maintain his family and their paraphernalia, but no one is working without some self-interest or some sense gratification, be it concentrated or extended. ഇതാണ് സത്യം. ആക്ച്വലി ഈ ലോകത്തുള്ള എല്ലാവരും ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ എടുത്തു കഴിഞ്ഞാൽ പോലും ഫാമിലി മെയിൻ്റെനൻസും അതുമായിട്ട് നമ്മുടെ കോൺസെൻട്രേറ്റഡ് എക്സ്റ്റെൻഡഡ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, നമ്മുടെ ആളുകൾ അങ്ങനെ നമ്മുടെ ആളുകൾ ആദ്യം ഫാമിലി എന്ന് പറയും. ഫാമിലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ക്ലോസ് ഫാമിലി, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞ സർക്കിൾ വരും. അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഫ്രണ്ട് സർക്കിൾ വരും. അതിനപ്പുറത്തേക്ക് പിന്നെ നാടിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, അത് കഴിഞ്ഞ് പിന്നെ രാജ്യത്തോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. അങ്ങനെ പല പല രീതിയിലാണ് നമ്മുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ പോകുന്നത് ബേസിക്കലി. സോ അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നതും അങ്ങനെയാണ് ആളുകൾ കർമ്മം ചെയ്യുന്നതും നോർമലി. The criteria of perfection is to act in Krishna consciousness and not with a view to enjoying the fruits of work. So നിഷ്കാമകർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മങ്ങൾ ചെയ്യുന്നു എങ്ങനെയാണ്? ആക്ട് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്, അതായത് ഭഗവത് ഭാവത്തോട് കൂടിയിട്ട് കൃഷ്ണാവബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫലവും പ്രതീക്ഷിക്കുന്നില്ല. ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി ചെയ്യുന്നു. ടു ആക്ട് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി ലിവിങ് എൻറ്റിറ്റി, because all are constitutionally part and parcel of the Supreme. The parts of the body work for the satisfaction of the whole body. The limbs of the body do not act for self-satisfaction, but for the satisfaction of the complete whole. Similarly, the living entity who acts for satisfaction of the Supreme Whole and not for personal satisfaction is the perfect sannyasi or perfect yogi. ഇതാണ് ഡെഫിനിഷൻ. അപ്പോൾ പെർഫെക്റ്റ് സന്യാസി യോഗി എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് വിളിക്കാൻ സാധിക്കുന്നത്? എപ്പോഴാണോ ആ വ്യക്തികൾ ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നത്, അതായത് അവനവൻ്റെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലാതെ അത് ഭഗവത് ഭാവത്തിൽ ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും, ആരും മിണ്ടാതെ കൈകെട്ടിയിരിക്കുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾ അത് സമർപ്പിച്ചുകൊണ്ട്, ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് മെറ്റീരിയലി അല്ലെങ്കിൽ ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി അതിനെയാണ് പെർഫെക്റ്റ് യോഗി അല്ലെങ്കിൽ സന്യാസി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈവൻ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന ഒരു വ്യക്തിയും ശരിക്കും പറയാൻ സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ആക്ച്വലി ആ ആശ്രമം എന്ന് പറയുന്നത് വേറെ. നമ്മൾ സന്യാസി എന്നൊരാളെ വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ കാവ്യവസ്ത്രം ധരിച്ചു ദണ്ഡ കയ്യിലുണ്ട് എന്നുള്ളത് കാര്യം മാത്രമല്ല. ഓക്കെ, അതൊരു ആശ്രമമാണ്. സോ അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്കും ആക്ച്വലി ഈ പറയുന്ന പെർഫെക്റ്റ് സന്യാസം എന്ന് പറയുന്ന സന്യാസി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്കും വരാൻ സാധിക്കും, എത്തുവാൻ സാധിക്കും. അത് സന്യാസം ഡസൻ ഓൺലി മീൻ ദ ഡ്രസ് ഓർ ദ ആശ്രമ. ഇറ്റ് ഈസ് ബേസിക്കലി ആ മൈൻഡ് സെറ്റ്, നമ്മുടെ മൈൻഡിൻ്റെ ചേഞ്ചാണ് വേണ്ടത്, നമ്മുടെ ട്രാൻസ്ഫോർമേഷനാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ ഏത് ഭാവത്തിലാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, അറ്റാച്ച്മെൻറ്റ് കൂടിയിട്ടാണെങ്കിൽ then we are not സന്യാസീസ്. ബട്ട് ഇഫ് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് നമ്മൾ ചെയ്യുന്നു, ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിനെ ആണ് ഇവിടെ പെർഫെക്റ്റ് യോഗി എന്നും സന്യാസി എന്നും വിളിക്കുന്നത്. സോ വേഷത്തിലല്ല കാര്യം ഇരിക്കുന്നത്, നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഭാവം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് എന്താണ്
ഏതവസ്ഥയിലാണുള്ളത് അതാണ് കാര്യമായിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡ്യൂട്ടിയാണ്, സ്വാഭാവികമായിട്ടുള്ള ഡ്യൂട്ടിയാണ് ഭഗവാനെ സെർവ് ചെയ്യുക എന്നുള്ളത്, ഭഗവാന്റെ അംശമായതുകൊണ്ട്. ഒരു കുട്ടി അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ നാച്ചുറലായിട്ടുള്ള ഡ്യൂട്ടിയാണ് അച്ഛനമ്മയും സെർവ് ചെയ്യുക എന്നുള്ളത്. ആണോ? അതെ. അച്ഛനും അമ്മയുടെയും കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് കുട്ടികളുടെ നാച്ചുറലി അത് റെസ്പോൺസിബിലിറ്റി ആണ്. അതേപോലെയാണ് നമുക്ക് ഭഗവാനോടുള്ള റെസ്പോൺസിബിലിറ്റി. ഇതാണ് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഭഗവാന്റെ അംശമാണ്. സോ നാച്ചുറലി നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട് ഭഗവാനോട്, ടു സെർവ് ഹിം. ബട്ട് പ്രോബ്ലം ഈസ് ദാറ്റ് നമ്മളത് മനസ്സിലാക്കുന്നില്ല. ബിക്കോസ് നമ്മൾ ഭഗവാന്റെ അംശമാണ് എന്നുള്ള ധാരണ നമുക്കില്ല. അതാണ് പ്രശ്നം. അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സർവീസ് ആറ്റിറ്റ്യൂഡ് വരും. അതാണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി നമ്മളങ്ങനെ നാച്ചുറലി നമ്മൾ ഭഗവാനോട് ഇൻക്ലൈൻഡ് ആണ് ശരിക്കും. വി ഹാവ് ടു സെർവ് ഹിം. ദ സന്യാസീസ് സംടൈംസ്, അടുത്ത പാരഗ്രാഫ്, the sannyasis sometimes artificially think that they have become liberated from all material duties and therefore they cease to perform agnihotra or yajnas, fire sacrifices. But actually they are self-interested because their goal is to become one with the impersonal Brahman. Such a desire is greater than any material desire, but it is not without self-interest. സോ ഇവിടെ ശില പ്രഭുപാദി പറയുന്ന ചില ടൈപ്പ് ഓഫ് സന്യാസികളെ കുറിച്ച്. സോ ബേസിക്കലി ഇവിടെ പറയുന്ന ഇംപേഴ്സണൽ ബ്രഹ്മൻ, അതായത് നിരാകാര ബ്രഹ്മൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ സന്യാസികൾ, അവരെ കുറിച്ചാണ് പറയുന്നത്. അവർ ചില കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറയും. അവർ പറയും ഇത് അറ്റാച്ച്മെൻറ്റ് വരുന്ന കാര്യമാണ്, ഐ വിൽ നോട്ട് ടച്ച്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾ. ഇതേപോലെ ഒരു സന്യാസി, ഒരു നിരാകാര ബ്രഹ്മവാദി, ഒരു മായാവതിയോ സന്യാസിയോ ശില പ്രഭുപാദ ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ പൈസ കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞ്. അദ്ദേഹം അങ്ങനെ ഒരു നേച്ചറായിരുന്നു അദ്ദേഹത്തിന്. ബിക്കോസ് അദ്ദേഹം പറഞ്ഞു തൊട്ട് കഴിഞ്ഞാൽ അതിന് അറ്റാച്ച്മെൻറ്റ് വരും. പക്ഷേ മനസ്സിലാക്കുന്നില്ല ആ പൈസ എന്ന് പറയുന്നത്, ആ പൈസയെ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്. അല്ലാതെ അത് തൊടില്ല, അത് ഉപയോഗിക്കില്ല എന്ന് പറയുന്നതിലല്ല കാര്യം. ബിക്കോസ് അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് ഇവിടെ അതാണ് പറയുന്നത്. ഇപ്പോൾ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുക എന്ന് പറയുന്നത് ശില പ്രഭുപാദി പറയുന്നു അത് ഏറ്റവും വലിയ ഭൗതികമായിട്ടുള്ള ആഗ്രഹമാണെന്ന്. അത് ആക്ച്വലി മെറ്റീരിയൽ ഡിസയർ പോലെയാണെന്ന് പറയുന്നത്. മെറ്റീരിയൽ ഡിസയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെറ്റീരിയൽ ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക്കലി എനി സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലേ. അപ്പോൾ ഇംപേഴ്സണൽ ബ്രഹ്മജ്യോതിയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അത് ഒരു ഭഗവാന്റെ തന്നെ ജ്യോതി, ശരീരത്തിൽ നിന്ന് വരുന്ന ജ്യോതിയാണ്, ആധ്യാത്മിക തലത്തിലുള്ള കാര്യമാണെങ്കിൽ പോലും അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് കാര്യം. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഇവിടുന്ന് എങ്ങനെയും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിവാരണം വേണം, എനിക്ക് സമാധാനമായിട്ട് മിണ്ടാതെ അവിടെ ബ്രഹ്മജ്യോതിയിൽ ലയിച്ച് അങ്ങനെ ഒന്നും ചെയ്യാതെ ഡോർമെൻ്റ് ആയിട്ടിരിക്കണം. അവിടെയും ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പ്രഭുപാദി പറയുന്നത്. നേരെ മറിച്ച് സെൽഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് എവിടെയാണ്? നമ്മൾ ഭഗവാന് വേണ്ടി സേവിക്കുക, നമ്മുടെ കണ്ടീഷൻ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ബട്ട് അവർ സെൽഫ് ഇൻട്രസ്റ്റ് ഈസ് ഓൺലി ടു സെർവ് കൃഷ്ണ. അങ്ങനത്തെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് നൈസ്. അതാണ് ആക്ച്വലി പ്രോത്സാഹിപ്പിക്കുന്നത് പ്രഭുപാദി. അതേപോലെ അപ്പോൾ അടുത്തത് പിന്നെ അഷ്ടാംഗയോഗികളെ കുറിച്ച്. അപ്പോൾ ഇംപേഴ്സണൽ ബ്രഹ്മജ്യോതി ഫോളോ ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞു. സിമിലർലി ദ മിസ്റ്റിക് യോഗി ഹു പ്രാക്ടീസസ് യോഗ സിസ്റ്റം വിത്ത് ഹാഫ് ഓപ്പൺ ഐസ്, സീസിങ് ഓൾ മെറ്റീരിയൽ ആക്ടിവിറ്റീസ്, desires some satisfaction for his personal self. But a person acting in Krishna consciousness works for the satisfaction of the whole without self-interest. അദ്ദേഹം പറയുന്നു മിസ്റ്റിക് യോഗി, അതായത് ഈ പറയുന്ന അഷ്ടാംഗ യോഗ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നവർ, അവരുടെ ഉള്ളിലും ഒരു ചെറിയൊരു പേഴ്സണൽ സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. കാര്യം അവിടെയും സർവീസ് ആറ്റിറ്റ്യൂഡ് വരുന്നില്ല. എപ്പോഴാണോ സർവീസ് ആറ്റിറ്റ്യൂഡ് വരുന്നത്, സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഭഗവാനെ, അപ്പോഴാണ് നമ്മൾ സെൽഫ്ലെസ് ആവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ സർവീസ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തോടത്തോളം കാലം വി വിൽ ഹാവ് സം കൈൻഡ് ഓഫ് സെൽഫിഷ്നെസ്.
നമ്മൾ പറയും ഒന്നും ചെയ്യുന്നില്ല, ഞാൻ മിണ്ടാതിരിക്കണം, ഒന്നും തൊഴില്ല, വെറുതെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അവിടെയും സെൽഫിഷ്നെസ് എന്താണെന്ന് വെച്ചാൽ വി വോണ്ട് ടു ജസ്റ്റ് ഓൺലി നമ്മൾക്ക് നമ്മൾ മാത്രം നമ്മൾ ആ ഒരു ഭഗവാനെ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ആ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ അഷ്ടാംഗയോഗികൾ ധ്യാനിക്കുന്നു ഭഗവാനെ, അതിൽ നമ്മളൊരു സ്വന്തമായിട്ടുള്ളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കാണുന്നു. അതായത് വേറെ ആ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം സെൽഫ് റിയലൈസേഷൻ ബൈ ദ വേ. ആ സാറ്റിസ്ഫാക്ഷൻ ഇവിടെ നമ്മൾ പറയുന്നത് സെൽഫ് ഇൻട്രസ്റ്റോടുകൂടിയുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഭക്തിയോ സേവനങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അതിൽ സർവീസ് മാത്രമേ ഉള്ളൂ. അവിടെ ഭഗവാന്റെ ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നത്. വാട്ട് കൃഷ്ണ ലൈക്സ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു. അവിടെ ഭഗവാന്റെ സർവീസ്, അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് വ്യത്യാസം. ഐ ഹോപ്പ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഹാസ് നോ ഡിസയർ ഫോർ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അതാണ് പറയുന്നത്. ഹിസ് ക്രൈറ്റീരിയ ഓഫ് സക്സസ് ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൃഷ്ണ. അതാണ്. സോ ഒരു കൃഷ്ണാബോധത്തിലുള്ള ഒരു വ്യക്തി, ഭക്തൻ്റെ ഭാവം എങ്ങനെയായിരിക്കും? ഭഗവാന്റെ സാറ്റിസ്ഫാക്ഷനാണ് അവരുടെ വിഷയം. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വിഷയമേ അല്ല അവിടെ. അങ്ങനെയുള്ളവരെയാണ് പെർഫെക്റ്റ് സന്യാസി അല്ലെങ്കിൽ പെർഫെക്റ്റ് യോഗി എന്ന് പറയുന്നത്. ന ധനം ന ജനം ന സുന്ദരിം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാ ഭക്തിർ അഹൈതുകിത്വൈ. ഇതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് ശിക്ഷാഷ്ടകത്തിൽ പറഞ്ഞു തരുന്നത്. എനിക്ക് ഒരു ആഗ്രഹവുമില്ല, ധനം ഞാൻ ആഗ്രഹിക്കുന്നില്ല, സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുമായിട്ട് സമ്പർക്കം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഫോളോവേഴ്സിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നും വേണ്ട എനിക്ക്. ഇവൻ വലിയ പണ്ഡിതനാവണമെന്നോ വലിയ കേമനാവണമെന്നോ ഒന്നും ആഗ്രഹമില്ല. മമ ജന്മനീശ്വരൻ, ഞാൻ ഇനിയും ജന്മങ്ങൾ ഈ ലോകത്തെടുക്കാൻ തയ്യാറാണ്, ഈ ഭൗതിക ലോകത്തിൽ. ഭവതാത് ഭക്തി അഹൈതുകിത്വൈ, എൻ്റെ ഒരേ ഒരു ആഗ്രഹം അഹൈതുകമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങൾ മാത്രമാണ്, വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഒരു ഡിവോട്ടി അല്ലെങ്കിൽ ഒരു കൃഷ്ണാവബോധത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാവം. സോ ഇവിടെ പൂർണ്ണമായിട്ടും സംസിദ്ധിർ ഹരിതോഷണം, ഭഗവാന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരു സെൽഫ് ഇൻട്രസ്റ്റും അതിൽ വരുന്നില്ല. ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിലും ചെറുതായിട്ട് പ്രോസസ്സിൽ വരുന്നുണ്ട്. ബിക്കോസ് സർവീസ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത സ്ഥലത്ത് ഡെഫിനറ്റ്ലി സെൽഫ് ഇൻട്രസ്റ്റ് വരും. അതാണ് അണ്ടർലൈനിങ്. അത് ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. വെറെവർ ദർ ഈസ് നോ സർവീസ്, അത് പരമാത്മാവാദികൾക്ക് സർവീസ് ഇല്ല. ബിക്കോസ് അവർ ഭഗവാനെ ധ്യാനിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. ദേ ആർ നോട്ട് ഹാവിങ് ദറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ആ സർവീസ് മെൻറ്റാലിറ്റി അവർക്കില്ല. ഈവൻ ബ്രഹ്മവാദികളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് ഒരു സെൽഫ് ഇൻട്രസ്റ്റ് അവർക്കുണ്ട്. ബിക്കോസ് ഐ വോണ്ട് ടു ബി പീസ്ഫുൾ, ഐ വോണ്ട് ടു ബി എനിക്ക് ഈ മെറ്റീരിയൽ പ്രോബ്ലംസ് നിവാരണം വേണം, ഐ വോണ്ട് ടു ബി പീസ്ഫുൾ ആൻഡ് ജസ്റ്റ് ലെറ്റ് മീ ആൻഡ് കൃഷ്ണ, ഓർ മേ ബി നോട്ട് കൃഷ്ണ, ഓർ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ട്രാൻസെൻഡൽ സ്റ്റേറ്റ്. എന്നാൽ അവിടെ നോ, ഐ വോണ്ട് ടു ഫീഡ് കൃഷ്ണ, എനിക്ക് ഭഗവാന് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ഭഗവാന് എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുക്കണം, ആരാധിക്കണം, പുഷ്പങ്ങൾ സമർപ്പിക്കണം, ഹാരം ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെയുള്ള ഇതെല്ലാം സർവീസാണ്. ആ സർവീസ് ആറ്റിറ്റ്യൂഡാണ്. അവിടെ സെൽഫിഷ്നെസ് ഇല്ല, സെൽഫ് ഇൻട്രസ്റ്റേ ഇല്ല. അതായത് നമ്മൾ ആരെയാണോ സെർവ് ചെയ്യുന്നത് അവരുടെ സന്തോഷമാണ് നോക്കുന്നത്. സോ അതാണ് പെർഫെക്റ്റ്. സോ ഇതാണ് ഹയ്യസ്റ്റ് റിയലൈസേഷൻ ആൻഡ് അതാണ് ഹയ്യസ്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് സന്യാസി. ശില പ്രഭുപാജിയുടെ പറയുന്നതനുസരിച്ച്. രണ്ടാമത്തെ ശ്ലോകം. യം സന്യാസം ഇതി പ്രാഹുർ യോഗം തം വിധി പാണ്ഡവാ ന ഹി അസന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ശ്ലോകം വായിച്ചോളൂ. യെസ്, ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യം സന്യാസമിതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ ന ഹി സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. താങ്ക് യു. ആരെങ്കിലും വേറെ വായിക്കുന്നു? ഹരേ കൃഷ്ണ പ്രഭു. യം സന്യാ ഹരേ കൃഷ്ണ. പോയി കേൾക്കുന്നില്ല. സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ട്രാൻസ്ലേഷൻ വായിക്കുന്നുണ്ടോ ആരെങ്കിലും? മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും. Hare Krishna Prabhu Pranam. What is called renunciation is the same as yoga or linking oneself with the Supreme, for no one
can become a yogi unless he renounces the desire for sense gratification. Hare Krishna. ഓക്കെ, താങ്ക് യു. സുശീല ഭഗവാനോട് പറയുന്നു, വാട്ട് ഈസ് കോൾഡ് റിനൗൺസിയേഷൻ യു ഷുഡ് നോ ടു ബി സെയിം ആസ് യോഗ or linking with the Supreme. O son of Pandu, for one can never become a yogi unless he renounces the desire for sense gratification. So basically യോഗി എന്ന് ഒരാളെ വിളിക്കണമെങ്കിൽ അവിടെ ഇന്ദ്രിയ ഭോഗങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റാതെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്തോടത്തോളം കാലം ഒരു വ്യക്തിയെ യോഗി എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ റിനൗൺസിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ആ ഒരു യോഗ എന്ന് പറയുമ്പോൾ അവിടെ യോഗി എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ യോഗ പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ അല്ലെങ്കിൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ സംബന്ധിച്ചുള്ള ഡിസയർ എല്ലാം നമ്മൾ ത്യജിച്ചുകൊണ്ട് ഉള്ള ഒരു അവസ്ഥയാണ് പറയുന്നത്. ശ്രീലപ്രഭാജി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഭാവാർത്ഥത്തിൽ, റിയൽ സന്യാസ യോഗ or bhakti means that one should know his constitutional position as the living entity and act accordingly. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ് നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട്, എന്നിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. ദ ലിവിങ് എനർജി ഹാസ് നോ സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് ഐഡൻറ്റിറ്റി. ഹീ ഈസ് ദ മാർജിനൽ എനർജി ഓഫ് ദ സുപ്രീം. സോ നമ്മളെല്ലാവരും തടസ്ഥ ശക്തിയാണ് ഭഗവാന്റെ. തടസ്സ ശക്തി അല്ലേ? എന്തൊക്കെയാണ് 3 ശക്തികൾ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ് 3 പൊട്ടൻസീസ് ഭഗവാന്റെ? ബഹിരാംഗ ശക്തി, അന്തരാംഗ ശക്തി, തടസ്സ ശക്തി. എല്ലാവർക്കും ഇത് അറിഞ്ഞിരിക്കണം, പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ, അറിയാത്തവർ. അതിൽ ലിവിങ് എൻറ്റിറ്റീസ് വരുന്നത് ഏത്? ഇത് മാതാജി പറയേണ്ട, വേറെ ആരെങ്കിലും? ലിവിങ് എൻറ്റിറ്റീസ് വരുന്നത് ഇതിലേതിലാണ്? തടസ്സ ശക്തി ആണെങ്കിൽ വൈ ഇറ്റ് ഈസ് തടസ്സ ശക്തി? പ്ലീസ് എക്സ്പ്ലെയിൻ. യെസ്, തടസ്സ ശക്തിയാണ് ലിവിങ് എനർജീസ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തടസ്സ ശക്തി എന്ന് വിളിക്കുന്നു? ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? തടസ്സ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേറെ ആരെങ്കിലും? എനിബഡി എൽസ്? വെയിറ്റ് വിൽ കം ടു യു. വേറെ ആരെങ്കിലും? എനിബഡി എൽസ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ, ആരും പറയുന്നില്ല. നീതു മാതാജി പറയൂ. തടസ്സ ശക്തി എന്ന് പറയുന്ന രണ്ടിലും ഇടയിൽ വരുന്നതല്ലേ പ്രഭു? ബഹിരാംഗ ശക്തി എന്ന് പറഞ്ഞ ഭൗതിക പ്രകൃതിയും അന്തരാംഗ ശക്തി എന്ന് പറഞ്ഞ ഭഗവാന്റെ സ്പിരിച്വൽ വേൾഡ് എന്നത് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ തടസ്സ ശക്തിയിലാണെങ്കിൽ പോണോ, ഭഗവാന്റെ അടുത്തേക്ക് പോണോ, അതോ ഇവിടെ തന്നെ മെറ്റീരിയൽ വേൾഡ് നമ്മള് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇതിന്റെ രണ്ടിന്റെ മിഡിൽ വരുന്നതാണ് തടസ്സ ശക്തി. ഓക്കെ, അപ്പോൾ തടസ്ഥ എന്ന് പറയാൻ എപ്പോഴും നമ്മൾ പറയുന്ന എക്സാമ്പിൾ എന്താണ്? തീരത്തിന്, കടലിന്റെ തീരത്ത്. തട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ തീരത്ത് നിൽക്കുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിൽ വെള്ളം നനയാം, അത് നനയാതിരിക്കാം അല്ലേ? അതേപോലെ എവിടേക്ക് വേണമെങ്കിലും പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി. സോ നമ്മൾ ബഹിരാംഗ ശക്തിയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നു പോവും, നമ്മളിപ്പോൾ എല്ലാവരും ഇരിക്കുന്ന പോലെ ആക്ച്വലി. എന്നാൽ നേരെ മറിച്ച് തടസ്സ ശക്തിയായിട്ടുള്ള ജീവാത്മാവ് ഭഗവത് സേവനങ്ങൾ ചെയ്ത്, ഭക്തി സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ദെൻ ഭഗവാന്റെ ആന്തരിക ശക്തിയുമായിട്ടായിരിക്കും നമ്മുടെ കൂടുതൽ സമ്പർക്കം വരുന്നത്. സോ അങ്ങനെയാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് ജീവാത്മാവിന് അവസാനിപ്പിച്ച് ഇവിടെ ഭൗതിക ലോകത്തിലെ കാര്യങ്ങൾ അവസാനിപ്പിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നതിൻ്റെ കാരണം അതാണ്. ബിക്കോസ് വി ക്യാൻ ഗോ ടു ദാറ്റ്. ഈ തടസ്സ ശക്തി ആയിട്ടും വി ക്യാൻ ബി ദ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ പൊട്ടൻസി ഓഫ് കൃഷ്ണ.
സോ അങ്ങോട്ടേക്ക് വി ക്യാൻ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, താങ്ക് യു മാതാജി. സോ മാതാജി ഇത് എവിടെ നിന്ന് കേട്ടതാണ്? പ്രഭുവിന്റെ ക്ലാസ് തന്നെ പറഞ്ഞത് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്? എപ്പോഴും പറയാറുണ്ട്. എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് ഇത് അറിയുന്നില്ല എനിക്കറിയില്ല. എനിവേയ്സ്, ഹരേ കൃഷ്ണ. ഓക്കെ, അടുത്ത സെൻറ്റൻസ്. ഈസ് എ മാർജിനൽ എനർജി ഓഫ് സുപ്രീം. ഓക്കെ, വെൻ ഹീസ് entrapped by material energy, he is conditioned, and when he is Krishna conscious or aware of the spiritual energy, he is in the real and natural state of life. So നമ്മൾ ഭൗതിക ശക്തിയുടെ പിടിയിൽ വന്നു കഴിയുമ്പോഴാണ് കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നത് ആ ഒരവസ്ഥയിലാണ്. വി ആർ കണ്ടീഷൻഡ് ബിക്കോസ് നമ്മൾ ഭഗവാന്റെ കൃഷ്ണ ബാഹിർമുഖ ഭോഗവാഞ്ചകരെ നികടസ്ഥ മായതാർ ഛപടിയ ധാരെ. മഹാപ്രഭു പറയുന്നു, ചൈതന്യ ചരിതാമൃതത്തിലും അതേപോലെ വേറെ ടെക്സ്റ്റിലും പറയുന്നുണ്ട്, കൃഷ്ണ ബഹിർമുഖ് ഭോഗ വാഞ്ചകരെ. നമ്മൾ എപ്പോഴാണോ ഭഗവാനിൽ നിന്ന് മുഖം തിരിച്ച് ഭോഗ വാഞ്ചകരെ, എപ്പോഴാണ് നമ്മൾ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭഗവാനിൽ നിന്ന് മുഖം തിരിച്ച് തിരിയുന്നത്, ഉടനെ ആ ഒരു മൊമെന്റിൽ, ആ ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു? നികടസ്ഥ മായതാർ ഛപടിയധാര. അതായത് ആ മൊമെന്റിൽ മായ വന്ന് നമ്മളെ പിടിക്കും. എങ്ങനെയെങ്കിലും ഒരു മൊമെന്റ് മതി മായയ്ക്ക് വന്ന് അറ്റാക്ക് ചെയ്യാൻ. സോ വി ഹാവ് ടു ബി. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ മുഖം തിരിക്കുന്നത് കൊണ്ടാണ് വി ആർ സ്റ്റിൽ ഹിയർ ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്. നമ്മളിവിടെ ഇപ്പോഴും ഉള്ളത്. അതാണ് നമ്മൾ കണ്ടീഷൻഡ് ആയിട്ടിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ ശിലപ്രഭ പറയുന്നത് എൻട്രാപ്പ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി പെട്ടിരിക്കുകയാണ് ഇവിടെ. Therefore, when one is in complete knowledge, one ceases all material sense gratification or renounces all kinds of sensory gratificatory activities. സോ പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ നമ്മളിതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മെറ്റീരിയൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ അതിൽ നമ്മൾ താല്പര്യമെടുക്കില്ല. ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവും. ദിസ് ഈസ് പ്രാക്ടീസ്ഡ് ബൈ ദ യോഗീസ് who restrain the senses from material attachment. But a person in Krishna consciousness has no opportunity to engage his senses in anything which is not for the purpose of Krishna. So അതൊരു ബേസിക്കലി ഒരു ഡിവോട്ടിയുടെ ലക്ഷണമാണ്. ഡിവോട്ടി എന്ന് പറയുമ്പോൾ അവരുടെ സെൻസസിനെ ഭഗവാന്റെ സർവീസിൽ ഉപയോഗിക്കാൻ നോക്കും, അല്ലേ? ഒരുപാട് സവൈ മന കൃഷ്ണ പദാരവിന്ദയോ, അംബരീഷ് മഹാരാജാവിൻ്റെ സെക്ഷനിൽ പറയുന്നുണ്ട്. അംബരീഷ് മഹാരാജാവ് ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ കുലശേഖര ആൾവാർ അദ്ദേഹത്തിൻ്റെ മുകുന്ദമാലയിൽ പറയുന്നുണ്ട്, ജിഹ്വേ കീർത്തയ കേശവം മുരരിപും ചേതോ ഭജ ശ്രീധരം പാണി ദ്വന്ദ് സമർച്ചയാച്യുതകഥ ശ്രോതൻ. അവിടെ പറയുന്നു, കൃഷ്ണം ലോകയലോചനം ദ്വയഹരേ ഗച്ഛാംഗ്രി യുഗ്മാലയം ജിഗ്രഗ്രാണ മുകുന്ദപാദ തുളസിം മൂർധൻ നമാദോക്ഷജം. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളെയും നമുക്കുള്ള സെൻസസ് എല്ലാം ജിഹ്വ മുതൽ നാവും മൂക്കും നാവ് കൊണ്ട് ഭഗവാന്റെ കീർത്തനം ചൊല്ലുന്നു, അല്ലെങ്കിൽ നാവ് കൊണ്ട് കീർത്തനം ചൊല്ലുന്നു. അതേപോലെ ചെവികൾ കൊണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ആ ശ്രീമൂർത്തി വിഗ്രഹങ്ങളെ കാണുന്നു, അതേപോലെ തന്നെ ഭഗവാന്റെ ഭക്തരെ കാണുന്നു. പിന്നെ അടുത്ത വേറെ ഇന്ദ്രിയം എന്താണ്? കൈകൾ കൊണ്ട് ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നു, ഭഗവാന് വേണ്ടി പാചകം ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു. കാലുകൾ ഉപയോഗിച്ച് നമ്മൾ ഭഗവാന്റെ ധാമിലേക്ക് പോകുന്നു, അമ്പലങ്ങളിലേക്ക് പോകുന്നു, വൃന്ദാവനത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മായാപൂർ ധാമിലേക്ക് പോകുന്നു. അങ്ങനെ മൂക്കുകൊണ്ട് ഭഗവാന് സമർപ്പിച്ച തുളസിയും പുഷ്പങ്ങളും നമ്മൾ വാസനിക്കുന്നു. അങ്ങനെയാണ് ഓരോ സെൻസസിന് ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഭാഗവത്തിൽ വേറെ ഒരു ഭാഗത്ത് നമ്മുടെ മണിഗ്രീവ നാളക്കുവേർ അവരും പറയുന്നുണ്ട് ഇതേപോലെ. ഇതേ ഒരു മൂഡിൽ അവരും പ്രാർത്ഥിക്കുന്നുണ്ട്.
വാണി ഗുണാനുകഥനേ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യാം ശിരസ് തവ നിവാസ ജഗത് പ്രണാമേ. നല്ല ശ്ലോകമാണത്. അവിടെയും അവർ പറയുന്നു ഇതേപോലെ ഓരോ വാണിയെയും അതേപോലെ തന്നെ മറ്റുള്ള ഓരോ സെൻസസിനെയും ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക. ഇതാണ് ആക്ച്വലി ഓരോ ഡിവോട്ടീസും അല്ലെങ്കിൽ ആക്ച്വൽ പ്രോപ്പറായിട്ട് കൃഷ്ണാവബോധത്തിൽ ഉള്ളവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ദർ ഫോർ എ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ശില പ്രഭാത് പറയുന്നു സൈമൾട്ടേനിയസ്ലി അവരെ സന്യാസിയെന്നോ യോഗിയെന്നും പറയാൻ സാധിക്കും. The purpose of knowledge and of restraining the senses are as prescribed in the Jnana and Yoga process and is automatically served in Krishna consciousness. So, കൃഷ്ണാവബോധത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആവും. അതിനു വേണ്ടി വേറെ അഷ്ടാംഗയോഗം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. Automatically. If one is unable to give up the activities of his selfish nature, then Jnana and Yoga are no avail. The real aim is for the living entity to give up all selfish satisfaction and to be prepared to satisfy the Supreme. So, ഒരു വ്യക്തിയുടെ അതായത് എല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ലിവിങ് എൻറ്റിറ്റിയെ സംബന്ധിച്ച് നമ്മുടെ റിയൽ എയിം എന്തായിരിക്കണം? എല്ലാം അതായത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലാതെ അത് മാറ്റിവെച്ചുകൊണ്ട് ഭഗവാന്റെ സന്തോഷം, സംസിദ്ധിർ ഹരിതോഷണം, അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഹാസ് നോ ഡിസയർ ഫോർ എനി കൈൻഡ് ഓഫ് സെൽഫ് എൻജോയ്മെൻറ്റ്. ഹി ഈസ് ഓൾവേസ് എൻഗേജ് ഫോർ ദ എൻജോയ്മെൻറ്റ് ഓഫ് ദ സുപ്രീം. 2 ശ്ലോകങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നു. അന്യാഭിലാഷിത ശൂന്യം, അതാണ് ഉത്തമ ഭക്തി. അതേപോലെ ഹി ഈസ് ഓൾവേസ് എൻഗേജ്ഡ് ഇൻ ദ എൻജോയ്മെൻറ്റ് ഓഫ് ദ സുപ്രീം, സംസിദ്ധിർ ഹരിതോഷണം. One who has no information of the Supreme must therefore be engaged in self-satisfaction because no one can stand on the platform of inactivity. So, ഇതാണ് പ്രോബ്ലം. ഭഗവാനെ സെർവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ നമ്മുടെ സെൻസസിനെ സെർവ് ചെയ്യാൻ നോക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. കാര്യം ഇനാക്റ്റീവായിട്ട് ആർക്കും ഇരിക്കാൻ സാധിക്കില്ല. സോ എല്ലാ പ്രോസസ്സും ആക്ച്വലി അതുകൊണ്ട് ശില പ്രഭാത് പറയുന്നു ഓൾ പ്രോസസ് ആർ പെർഫെക്റ്റ്ലി സെർവ്ഡ് ബൈ ദ പ്രാക്ടീസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. സോ കൃഷ്ണാവബോധത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം അതിൻ്റെ വഴിക്ക് വന്നോളും. നമുക്ക് അതിനു വേണ്ടി എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഭഗവത് സേവനങ്ങളായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആവും. നാമത്തെക്കുറിച്ച് ചില രൂപഗോസ്വാമി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ചൈതന്യ ചരിതാമൃതത്തിൽ അത് കോട്ട് ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. തുണ്ടേ താണ്ടി വിനീരതിം വിതനുതേ തുണ്ടാവലി ലബ്ധയേ കർണക്രോഡകടംബിനി ഘടയത്തെ കർണാർബുദേഭ്യാസ്പൃഹാം ചേത പ്രാംഗണ സംഗിനി വിജയത്തെ സർവേന്ദ്രിയാണാം കൃതിം നോ ജാനേ ജനിതാ കിയദ്ഭിരമൃതേ കൃഷ്ണേതി വർണ്ണദ്വൈ. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഇവിടെ രൂപഗോസ്വാമി പറയുന്നു, എനിക്കറിയില്ല എത്രമാത്രം അമൃത്, എത്രമാത്രം മധുരമുണ്ട് ഈ 2 അക്ഷരത്തിൽ. ഏത് 2 അക്ഷരത്തിൽ? കൃഷ്ണ. കൃഷ്ണ. ഈ 2 അക്ഷരത്തിൽ എത്രമാത്രം നെക്ടർ, എത്രമാത്രം അമൃതുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുവാണ്, ഈ 2 അക്ഷരങ്ങൾ എൻ്റെ കാതുകളിൽ വരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എനിക്ക് ആയിരക്കണക്കിന് കാതുകൾ വേണമെന്നുള്ളത്. അതേപോലെ ഈ 2 അക്ഷരങ്ങൾ എൻ്റെ നാവിൽ വരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ആയിരക്കണക്കിന് നാവുകൾ വേണമെന്നുള്ളത്, അല്ലെങ്കിൽ വായ വേണമെന്നുള്ളത്. അതേപോലെ രൂപഗോസ്വാമി പറയുന്നു, ഈ ഒരു നാമം കൃഷ്ണ എന്ന് പറയുന്ന നാമം എൻ്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരിക്കും പറയുന്നു, അദ്ദേഹം പറയുന്നു, അവിടെ ഡാൻസ് കളിക്കുന്ന പോലെയാണെന്ന് പറയുന്നത്. എന്ത്? നാമം. അങ്ങനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഈ നാമം പ്രവേശിക്കുമ്പോൾ എൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ എല്ലാം കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആവും, അല്ലെങ്കിൽ സ്റ്റിൽ ആവുമെന്ന് പറയുന്നു. അതായത് ഇന്നേർട്ട് ആവുന്നു, അല്ലെങ്കിൽ ഇന്നേർട്ട് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതെ, വേറെ ഒന്നുമില്ല, വേറെ ഒരു അവിടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല.
സോ അതാണ് ഇവിടെ പ്രഭുപാജി നേരത്തെ പറയുന്ന പോലെ പർപ്പസ് ഓഫ് റീസ്ട്രെയിനിങ് സെൻസസ്. ഓൾറെഡി നമ്മൾ കൃഷ്ണ കോൺഷ്യസിൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സെൻസസിനെയും മൈൻഡിനെയൊക്കെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നാമം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് അല്ലേ. സോ നാമം ജപിക്കുമ്പോൾ ആക്ച്വലി അങ്ങനെ ജപിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയാണ്, എല്ലാ ഇന്ദ്രിയങ്ങളും ഓട്ടോമാറ്റിക്കലി കൺട്രോളിലാവും. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് നാമത്തിൻ്റെ മഹാത്മ്യം. ഹരേ കൃഷ്ണ. ആ ശ്ലോകം ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ആരുക്ഷോർമുനേർയോഗം കർമ്മ കാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമാ കാരണമുച്യത്തെ. ആരുക്ഷോർ മുനേർ യോഗം. ഓക്കെ, ഈ ശ്ലോകം ഓക്കെ കുറച്ച് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഹരേ കൃഷ്ണ. ആരുരോക്ഷോർമുനീർയോഗം കർമ്മ കാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്സൈവ ശമാ കാരണമുച്യത്തെ. ഹരേ കൃഷ്ണ. താങ്ക് യു. ട്രാൻസ്ലേഷൻ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. അഷ്ടാംഗയോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മം മാത്രേ മാർഗം. യോഗസിദ്ധിയാൽ ഉയർന്നവനാകട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ആരുക്ഷോർ മുനേർ, ഇവിടെ രണ്ട് വാക്കുകൾ കാണാം. ആരൂറുക്ഷോ യോഗാരൂഢ. സോ ആരൂറുക്ഷോർ എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗത്തിലെ സ്റ്റേജസ് ആണ് ബേസിക്കലി. ആരൂറുക്ഷ് എന്ന് പറയുന്നത് ബിഗിനിങ് സ്റ്റേജാണ്. യോഗാരൂഢ എന്ന് പറയുന്നത് അതിൻ്റെ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ, അതായത് അഷ്ടാംഗ യോഗത്തിൻ്റെ തുടക്കം ആരൂറുക്ഷോർ എന്ന് പറയുന്ന അവസ്ഥയാണ്. യോഗാരൂഢ എന്ന് പറഞ്ഞാൽ അതിൽ പെർഫെക്ഷൻ നേടി. ഏതിൽ? അഷ്ടാംഗ യോഗത്തിൽ. അതാണ് രണ്ട് സ്റ്റേജസ് ബേസിക്കലി. സോ ഇവിടെ ഭഗവാൻ പറയുന്നു, ഫോർ വൺ ഹു ഈസ് നിയോഫൈറ്റ് ഇൻ eightfold yoga system, work is said to be the means, and for one who is already elevated in yoga, cessation of all material activities is said to be the means. അതിൻ്റെ മലയാളം എന്താണ്? ഒന്ന് വായിക്കൂ, ഒന്നും കൂടെ വിവർത്തനം. അഷ്ടാംഗയോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മം അത്രേ മാർഗം. യോഗസിദ്ധിയാൽ ഉയർന്നവനാകട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം. അതായത് തുടക്കക്കാർക്ക് എന്താണ് മാർഗം എന്ന് പറയുന്നത്? കർമ്മം. ഇനി യോഗാരൂഢ സ്റ്റേജിൽ എത്തിയിട്ടുള്ളവർക്ക് ഭൗതിക പ്രവർത്തനങ്ങളുടെ നിരോധനം. അതായത് എല്ലാം റിനൗൺസ് ചെയ്യുക എന്നുള്ളത്, എല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളത് അല്ലേ. ശിലപ്രഭാജി എൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നു. ആക്ച്വലി ബേസിക്കലി ഇത് യോഗ സ്റ്റേജസിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളിത് യോഗ ലാഡർ എന്ന് പറയുന്ന ഒരു സംഭവം ഇനി നമ്മൾ കാണും. അത് നമുക്ക് കാണുമ്പോൾ ഇവിടെ ശിലപ്രഭാജി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് ലിങ്കിങ് വൺസെൽഫ് വിത്ത് ദ സുപ്രീം ഈസ് കോൾഡ് യോഗ. സോ ഇതെല്ലാവർക്കും അറിയാം, ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി കമ്പയർഡ് ടു എ ലാഡർ ഫോർ അറ്റൈനിങ് ദ ടോപ്പ് മോസ്റ്റ് സ്പിരിച്വൽ റിയലൈസേഷൻ. സോ ഒരു ഏണിപ്പടിയായിട്ട് പലപ്പോഴും ഇതിനെ ഉപമിക്കാറുണ്ട് ഈ യോഗ പ്രോസസ്സിൽ. ദിസ് ലാഡർ ബിഗിൻസ് ഫ്രം ദ ലോവസ്റ്റ് മെറ്റീരിയൽ കണ്ടീഷൻ ഓഫ് ദ ലിവിങ് എനിറ്റി ആൻഡ് റൈസസ് അപ് ടു ദ പെർഫെക്റ്റ് സെൽഫ് റിയലൈസേഷൻ ഇൻ പ്യുവർ ലൈഫ്. സോ തുടക്കം എങ്ങനെയാണ്? ലോവസ്റ്റ് റിയലൈസേഷനിൽ നിന്ന് അങ്ങനെ താഴേന്ന് മുകളിലേക്ക് എത്തുന്ന, ഇപ്പോൾ കംപ്ലീറ്റ് റിയലൈസേഷനിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥ. According to the various elevations, different parts of the ladder are known by different names. But in all, the complete ladder is called yoga and may be divided into three parts, namely Jnana Yoga, Dhyana Yoga, Bhakti Yoga. So beginning of the ladder is called Yogarukshu stage and the highest rung is Yogarudha. So രണ്ട് സ്റ്റേജ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ യോഗ ലാഡറിനെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ പറയുന്ന മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാമെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് സ്റ്റേജാണ് ഏറ്റവും അവസാനത്തെ. ഇപ്പോൾ ജ്ഞാനയോഗ, ധ്യാനയോഗ, ഭക്തിയോഗ എന്ന് പറയുന്നത്. ഭക്തിയോഗമാണ് ഹയ്യസ്റ്റ് അല്ലേ, ജ്ഞാനത്തിലൂടെ, ധ്യാനത്തിലൂടെ, ഭക്തിയിലൂടെ. സോ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു
ഹൈറാർക്കി പറയുവാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്: ജ്ഞാനം, ധ്യാനം, ഭക്തി. അപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ യോഗാരുരുക്ഷു എന്നാണ് ആ തുടക്കത്തിനെ പറയുന്നത്. യോഗാരൂഢ എന്നാണ് അതിൻ്റെ പെർഫെക്റ്റ് സ്റ്റേജിലേക്ക് പറയുന്നത്. കൺസേണിങ് ദ എയ്റ്റ് ഫോൾഡ് മിസ്റ്റിസം യോഗ സിസ്റ്റം, attempts in the beginning to enter into meditation through regulative principles of life and practice of different sitting postures, which are more or less bodily exercises, are considered fruitive material activities. So ഇതിൻ്റെ തുടക്കം, ഈ അഷ്ടാംഗ യോഗത്തിൻ്റെ തുടക്കം ഭാഗം, അതായത് മെഡിറ്റേഷനും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട്, സിറ്റിംഗ് പോസ്റ്ററൊക്കെ അല്ലേ, അതെല്ലാം ബോഡിലി എക്സസൈസ് പോലെയാണ് ജനറലി, are considered to be fruitive mental activities. All such activities lead to achieving perfect mental equilibrium to control the senses. So basically അഷ്ടാംഗ യോഗത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി സെൻസ് കൺട്രോളാണ്. When one is accomplished in practice of meditation, he ceases all disturbing mental activities. So once ആ മെഡിറ്റേഷനിൽ പെർഫെക്ഷൻ കിട്ടുമ്പോൾ കംപ്ലീറ്റ്ലി അവർ ബാക്കിയെല്ലാം കൺട്രോൾഡ് വരും. അടുത്ത ശ്ലോകത്തിലും ഭഗവാൻ ഇത് കൂടുതൽ പറയുന്നുണ്ട്. ഈ രണ്ട് ശ്ലോകങ്ങൾ കണക്റ്റഡാണ്, 3-4 ഒരുമിച്ച് പഠിക്കേണ്ട ശ്ലോകങ്ങളാണ്. Krishna conscious person, however, is situated from the beginning on the platform of meditation because he always thinks of Krishna. And being constantly engaged in the service of Krishna, he is considered to have ceased all material activities. So, Krishna അവബോധത്തിലിരിക്കുന്ന ആളുടെ അവസ്ഥ എന്താണ് പറയുന്നത്? അവർ എപ്പോഴും എല്ലാം, അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അവർ ഉപേക്ഷിച്ച പോലെയാണ്. ബിക്കോസ് അവർ ഓൾറെഡി ഭഗവത് സേവനങ്ങളിലാണ്, അല്ലേ? എന്നാൽ അല്ലാത്ത ആളുകൾ, തുടക്കക്കാരുടെ കാര്യം എന്താണ് പറയുന്നത്? കൃഷ്ണാവബോധത്തിലുള്ള ആൾക്കാരുടെ കാര്യം മനസ്സിലായി. ഇനി അതല്ലാത്ത യോഗാരുരുക്ഷ സ്റ്റേജിലുള്ളവർ, അവർ കർമ്മങ്ങൾ ചെയ്യുന്നു. അവർ പല ഭൗതിക കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവും, മെറ്റൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും. അത് തുടക്കമാണ്. സോ അത് എല്ലാം ആ പ്രോപ്പറായിട്ടുള്ള നോളജോട് കൂടിയിട്ടല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും. ബട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഭഗവത് സേവനങ്ങളായിട്ട് ചെയ്യുമ്പോൾ അതിനെല്ലാം ആക്ച്വലി മെൻ്റൽ പ്ലാറ്റ്ഫോമിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെയൊന്നും മെൻ്റൽ ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് അതെല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റീസായി മാറുന്നു. ബിക്കോസ് നമ്മൾ ഭഗവാനുമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ട് ഭഗവത് സേവനങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ആവും. അത് നോർമൽ കർമ്മസ് ആവില്ല. അത് നേരെ മറിച്ച് തുടക്കക്കാർക്ക്, അതാണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകത്തിൽ തന്നെ, തുടക്കക്കാർക്ക് വർക്ക് എന്ന് പറയുന്നത്, കർമ്മം ചെയ്യുക എന്ന് പറയുന്നതാണ്, കർമ്മത്തിലൂടെയാണ് അവരെത്തുന്നത്. എന്നാൽ അവസാനത്തെ സ്റ്റേജ് ആകുമ്പോൾ ആക്ച്വലി കർമ്മം കംപ്ലീറ്റ്ലി സീസ് ആവും. അതായത് ആ ഒരു കോൺഷ്യസ്നെസ്സേ മാറും നമ്മുടെ. വി വിൽ ബി കംപ്ലീറ്റ്ലി പെർഫെക്ഷൻ സ്റ്റേജിലെത്തുന്ന സമയത്ത് കർമ്മം ചെയ്യുക എന്നുള്ളൊരു ബോധമായിരിക്കില്ല, ബട്ട് ഭഗവാനെ സെർവ് ചെയ്യുക എന്നുള്ളൊരു ബോധത്തിലായിരിക്കും കാര്യങ്ങൾ വരുന്നത്. സർവീസിലായിരിക്കും, സർവീസ് ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും നമുക്കുണ്ടാവുക. ഓക്കെ, അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. ഇതിൽ കണക്റ്റഡ് ആയതുകൊണ്ട്, യഥാ ഹി നേന്ദ്രിയാർത്ഥേഷു നാകർമ്മസു അനുസജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. യെസ്, വായിച്ചോളൂ ആരെങ്കിലും. ഹരേ കൃഷ്ണ. യഥാ ഹീനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. ഹരേ കൃഷ്ണ. ഓക്കെ, 1 സെക്കൻഡ്. സോ ഇവിടെ ഓക്കെ, വിവർത്തനം വായിക്കൂ ആരെങ്കിലും. ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങൾക്കു വേണ്ടിയോ ഫലം ഉദ്ദേശിച്ചോ യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢൻ എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, പേഴ്സൺ ഈസ് സെഡ് ടു ബി എലിവേറ്റഡ് ഇൻ യോഗ വെൻ ഹാവിങ് റിനൗൺസ് ഓൾ മെറ്റീരിയൽ ഡിസയർ. സോ എല്ലാ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ടാവും ഹയസ്റ്റ് സ്റ്റേജിൽ. ഹി നൈദർ ആക്ട്സ് ഫോർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നോർ എൻഗേജസ് ഇൻ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. ഇത് യോഗാരൂഢ സ്റ്റേജാണ് പറയുന്നത്, ഹയസ്റ്റ് സ്റ്റേജിലാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്റ്റേജിൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷനോ
അല്ലെങ്കിൽ ഇന്ദ്രിയ ഭോഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാവിധ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും അവർക്ക് നിലച്ചിട്ടുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ശിലപ്രഭാതിൻ്റെ പർപ്പോട്ടിൽ എന്ന് പറയുന്നത് നോക്കാം. വെൻ എ പേഴ്സൺ ഈസ് ഫുള്ളി എൻഗേജ്ഡ് ഇൻ ട്രാൻസെൻഡൻ്റൽ ലവിംഗ് സർവീസ് ഓഫ് ദ ലോർഡ്, ഹി ഈസ് പ്ലീസ്ഡ് ഇൻ ഹിംസെൽഫ് ആൻഡ് ദസ് ഹി ഈസ് നോ ലോങ്ങർ എൻഗേജ്ഡ് ഇൻ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഓർ ഇൻ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Otherwise, one must be engaged in sense gratification, since one cannot live without engagement. നമുക്കറിയാം, എൻഗേജ്മെൻ്റ് ഇല്ലാതെ, ആക്ടിവിറ്റീസ് ഇല്ലാതെ നമുക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃഷ്ണാവബോധത്തിൽ ചെയ്യുമ്പോൾ അതെല്ലാം സേവനങ്ങളായി മാറുന്നു. വിത്തൗട്ട് കൃഷ്ണ കോൺഷ്യസ്നസ് വൺ മസ്റ്റ് ബി ഓൾവേസ് സീക്കിംഗ് സെൽഫ് സെൻറ്റേർഡ് ഓർ എക്സ്റ്റെൻഡഡ് സെൽഫിഷ് ആക്ടിവിറ്റീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൃഷ്ണാവബോധം ഇല്ലാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും basically self-centered ആയിരിക്കും. But a Krishna conscious person can do everything for the satisfaction of Krishna and thereby be perfectly detached from sense gratification. So കൃഷ്ണാവബോധത്തിൽ ചെയ്യുമ്പോൾ സെൻസ് ഗ്രാറ്റിഫിക്കേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി നമുക്ക് ഡിറ്റാച്ച്മെൻറ്റ് വരും. നോ വൺ ഹു ഹാസ് നോ സച്ച് റിയലൈസേഷൻ മസ്റ്റ് മെക്കാനിക്കലി ട്രൈ ടു എസ്കേപ്പ് മെറ്റീരിയൽ ഡിസയർ ബിഫോർ ബീങ് എലിവേറ്റഡ് ടു ദ ടോപ്പ് റങ് ഓഫ് ദ യോഗ ലാഡർ. സോ ആ പ്രോപ്പറായിട്ടുള്ള റിയലൈസേഷൻ ഇല്ലാത്തവർ, പ്രോപ്പറായിട്ടത് മനസ്സിലാക്കാതെ മെക്കാനിക്കലി നമ്മൾ ഈ യോഗ പ്രാക്ടീസസിലൂടെ ഈ പറയുന്ന പെർഫെക്ഷനിലേക്ക് എത്താൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് പോസിബിൾ ആക്ച്വലി. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ആക്ച്വലി യോഗ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. യോഗ ലാഡർ എന്ന് പറയുമ്പോൾ അഷ്ടാംഗ യോഗത്തിൽ 8 അംഗങ്ങളാണ് വരുന്നത്, 8 പ്രോസസ്സാണ് വരുന്നത്. അഷ്ടാംഗ, അതിൽ ആദ്യത്തെ യമ എന്ന് പറയും. ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, എന്താണ് അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. 8 കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഓക്കെ, ഇനി എന്താണ് യമ? യമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഹിബിഷൻസ്, ഓർ യമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമ നിയമ 2 കാര്യങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസിനെയാണ് യമ നിയമ എന്ന് പറയുന്നത്. സോ യമ എന്ന് പറഞ്ഞാൽ ഡോൺസ് ആണ്, റെഗുലേഷൻസ് ആണ്, അല്ലെങ്കിൽ പ്രൊഹിബിഷൻസിനെയാണ് യമ എന്ന് പറയുക. നിയമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂസ്, റൂൾസ്. സോ നമ്മളെപ്പോഴും പറയില്ലേ യമനിയമങ്ങൾ പാലിക്കൂ, യമനിയമങ്ങൾ പാലിക്കൂ. എന്താണ് യമ എന്ന് ഉദ്ദേശിക്കുന്നത് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് ഡോൺസ് ആണ് അതെല്ലാം, അല്ലേ? നിയമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂസ് ആണ്. വാട്ട് ഈസ് ദാറ്റ്? ചാൻഡിങ് 16 റൗണ്ട്സ് ഈസ് ഡു, അല്ലേ? പ്രിസ്ക്രിപ്ഷൻസ് ആണത്, പ്രൊഹിബിഷൻ അല്ല. സോ അതാണ് യമ നിയമ. മൂന്നാമത്തെ ആസന. ആസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ ഒരു ബോഡിലി പോസ്റ്ററും, അല്ലേ? ആ ഒരു സ്പെഷ്യൽ ഒരു പോസ്റ്ററിലിരിക്കുന്നു യോഗ പ്രോസസ്സിൽ. ബേസിക്കലി നമ്മൾ ഒരുപാട് ആസനത്തിലിരുന്ന് പല എക്സസൈസ് പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെയാണ് ബേസിക്കലി ആസന എന്ന് പറയുന്നത്. ആ ബോഡിലി പോസ്റ്ററും ആ കാര്യങ്ങൾ. പ്രാണായാമം ബ്രീതിങ് എക്സസൈസ്, അല്ലെങ്കിൽ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് പ്രാണായാമം. നമുക്കറിയാം, ശ്വാസത്തെ വലിച്ചു വിടുന്നതും പല രീതിയിലും. പ്രത്യാഹാരം എന്ന് പറയുന്നത് 5ാമത്തെ സ്റ്റെപ്പ്. പ്രത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വസ്തുക്കളിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ പിടിച്ചു വയ്ക്കുന്നതിനെ, വലിക്കുന്നതിനെ പ്രത്യാഹാര. ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വസ്തുക്കളിൽ നിന്ന് വിഡ്രോയിങ് ദ സെൻസസ് ഫ്രം സെൻസ് ഒബ്ജക്ട്സ്, അതിനെയാണ് പ്രത്യാഹാര എന്ന് പറയുന്നത്. ഇനി ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ ആ രൂപത്തിൽ പൂർണ്ണമായിട്ടും ഫിക്സ് ചെയ്യുന്നതിന്, കംപ്ലീറ്റ്ലി ഭഗവാന്റെ ആ രൂപത്തിൽ മനസ്സിനെ നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ ഉറപ്പിക്കുന്നതല്ലേ, അതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. ധ്യാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണ് ധാരണയുടെ. ബിക്കോസ് ധാരണയിൽ ഓൾറെഡി ഭഗവാന്റെ രൂപത്തെ നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്യുന്നു. ഇനി ധ്യാനം എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റൻസിഫൈ ആവുമ്പോൾ ആ മെഡിറ്റേഷൻ ഒന്നും കൂടെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ അതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇനി സമാധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത്, ധ്യാനത്തിൻ്റെ അപ്പുറത്ത്,
ആ മെഡിറ്റേഷൻ ഇൻറ്റൻസിഫൈ ആയി അതിനപ്പുറത്ത് അവസാനം കംപ്ലീറ്റ്ലി നമ്മൾ ഒരു ട്രാൻസിലെത്തുന്നു, സമാധിയിലെത്തുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് നടക്കുന്നു ഒന്നും അറിയാത്ത അവസ്ഥ, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ വേൾഡ്. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും. സമാധിയിലായിരിക്കും. സമാധി എന്ന് ഉദ്ദേശിക്കുന്നത് 2 ടൈപ്പ് സമാധി കേട്ടിട്ടുണ്ടാവും. ഒന്ന് നമ്മൾ ശരീരം വിട്ടതിന് ശേഷം സമാധി ചെയ്യുന്നതും, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഔട്ട്, അതായത് മെറ്റീരിയൽ കോൺഷ്യസ്നെസ് കംപ്ലീറ്റ്ലി പോയി ആ ട്രാൻസിലിരിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. ബേസിക്കലി കംപ്ലീറ്റ് ആയിട്ടുള്ള അബ്സോർപ്ഷനിലിരിക്കുന്നത്. സോ ഇതാണ് ഹയസ്റ്റ് സ്റ്റേജ്. സോ ഇവിടെയാണ് ഈ യോഗാരൂഢ എന്ന് പറയുന്ന സ്റ്റേജ്. ഇതാണ് ഹയസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റേജ്. അതായത് ധ്യാന, സമാധി, ഈ 2 സ്റ്റേജസാണ് യോഗാരൂഢയിൽ വരുന്നത്. ബാക്കിയൊക്കെ ഇനീഷ്യൽ സ്റ്റെപ്സ് ആണ്, ബേസിക്കലി ഗ്രാജുവൽ പ്രോഗ്രഷനാണ്. അപ്പോൾ ഇതാണ് അഷ്ടാംഗ യോഗത്തിലെ 8 ലെവൽസ് പറയുന്നത്. ഇതാണ് ദീസ് ആർ ദ 8 ലിംസ് ഓഫ് യോഗ, അഷ്ടാംഗ യോഗ. അറിഞ്ഞിരുന്നാൽ കുഴപ്പമില്ല, നല്ലതാണ്. ഇഫ് യു നോ ദിസ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിർത്താം, ഓൾറെഡി ലേറ്റായി. താങ്ക് യു വെരി മച്ച്. ശ്രീമദ് ഭഗവത്ഗീത കി ജയ്, ശില പ്രഭുപാദ കി ജയ്, ഗൗഡീയ ഗുരുവൃന്ദ കി ജയ്, നിതായ് ഗൗര പ്രേമാനന്ദേ. താങ്ക് യു. ഹരേ കൃഷ്ണ.